السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. حديث ക്ലാസ് ബാബു ബിറുൽ വാലിദൈനി വസിലത്തുൽ അർഹാം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക എന്ന വിഷയത്തിലെ ബാബദ്രെ ലാസ്റ്റ് ഭാഗമായിട്ട് എന്തിനാണ് വിവരിക്കപ്പെടുന്നത്. ഹദീസ് നമ്പർ 333. എന്തായിട്ടില്ലേ ഈ ഹദീസിൽ ചെല്ലത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലെ നന്റെ നഫറു പെഞ്ഞൈന, ആ പെഞ്ഞൈനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടമില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നീ തലാഖ് ചൊല്ലാൻ ഞാനപ്പോൾ അത് കേട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുട്ടപ്പെട്ട് ചെന്നു, അബ്ദുള്ള എൻ്റെ മോന് ഇങ്ങനത്തെ പെണ്ണ് പെഞ്ഞയായിട്ടുള്ളത്, പക്ഷെ ആ പെഞ്ഞയും അവനക്ക് വേണ്ട, തലാഖ് ചൊല്ലണം. അപ്പം നബി തങ്ങൾ ചെന്ന് നീ തലാഖ് ചൊല്ലുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചൊല്ലുക വേണേ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ മോൻ്റെ പെഞ്ഞായി, മോനക്ക് പെഞ്ഞയായിട്ട് കിട്ടിയ ആ പെണ്ണിടെ ബാപ്പ ഇഷ്ടപ്പെട്ടല്ലോ. ബാപ്പ ഇഷ്ടപ്പെട്ടത് എന്ത് കേട്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ തലാഖ് ചൊല്ലുക ചൊല്ലാനാണ്. നബി തങ്ങളും തലാഖാണെങ്കിലോ തലാഖിനെ സംബന്ധിച്ച് നബി തങ്ങൾ ചെന്നത് അബ്ഗദുൽ ഹലാൽ ഇലല്ലാഹി തലാഖ്, അള്ളാഹു ഏറ്റവും ദേഷ്യമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നുണ്ടെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വെറുതെ എന്താണ് ചൊല്ലുന്നത്. അപ്പം അതിന് ദീനിയായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവിടെ കണ്ടത് കൊണ്ടായിട്ട് എനിക്ക് ആ പെണ്ണ് വേണ്ടായിരുന്നു, അല്ലാണ്ട് വെറുതെ ചൊല്ലാൽ മാറുന്നല്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലുക വേനായിട്ട് ചെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മോൻ കെട്ടി കഴിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലേ നീ തലാഖ് ചൊല്ലാം. അപ്പോൾ മോൻ എന്താക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെഞ്ഞായല്ലേ, അപ്പോൾ തലാഖ് ചൊല്ലുക ചെല്ല് കറവചാല്. അപ്പോൾ നബി തങ്ങളെ കൊണ്ട് ചെറുവാട്ടിക്കും ആ ഒരു സംഭവം. ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ബാപ്പയുടെ അനുസരിക്കുക എന്നുള്ളത്. അപ്പോൾ ബാപ്പ തപ്പായ കാര്യം ചൊല്ലും ബാപ്പയുടെ അനുസരിക്കുക. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുമാറും അതൊക്കെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ്. ഇവിടുത്തോളം ചെന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തെറുപ്പുണ്ടെങ്കിൽ ആ തെറുപ്പ് ശൈത്താൻ പോലും പറയല എന്നുള്ളത്. അപ്പം അത്രയ്ക്കും വലിയ മഹാന്മാരായിട്ടില്ല. അപ്പം അങ്ങ് വെറുതെ കൊണ്ടും തലാഖ് ചൊല്ലുക ആൾമാരല്ല. നമുക്ക് ഹദീസ് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ ഉമർ റളിയല്ലാഹു അൻഹു മോൻ, അയാളെ പേര് അബ്ദുല്ലാഹ്. കാനത്ത് തഹ്തി ഇംറാഅത്ത്, നന്റെ പിഞ്ഞായിട്ടുള്ള പെണ്ണുങ്ങളിട്ട് വകുന്തു യുഹിബ്ബുഹ, ആ പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. വകാന ഉമർ യക്റഹുഹ, ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടമില്ല, ആ മോൻ്റെ പിന്നീട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, വെറുക്കും. ഫഖാല ലി തല്ലിഖ്ഹ, നന്റെ ബാപ്പ തലാഖ് ചൊല്ല. ഫഅബൈതു, ഞാൻ തലാഖ് ചൊല്ലില്ല. ഫഅതാ ഉമർ റളിയല്ലാഹു അൻഹു അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൊണ്ടുപോയി. ഫദക്കറ ദാലിക ലഹു, ആ വിഷയം നബി തങ്ങളുടെ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല്ലിഖ്, അപ്പോൾ നബി തങ്ങൾ ചെന്ന് നീ അവളെ തലാഖ് ചൊല്ലും. റവാഹു അബൂ ദാവൂദ് തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. അപ്പോൾ ബാപ്പയുടെ അനുസരിച്ചിട്ട് എന്നുള്ളതായിട്ടില്ല. അപ്പോൾ ബാപ്പയുടെ അനുസരിക്കുക നബി തങ്ങളും ചൊല്ലുക എന്നുള്ളത്. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബാപ്പ ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. അങ്ങനത്തെ ആൾമാർക്ക് നമ്മൾ മനസ്സിലാക്കണം. 334. وعن أبي الدرداء رضي الله عنه أن رجلا أتاه فقال, അത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചൊല്ലി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു മുട്ട വന്നിട്ട് ചെന്ന് ഒരാൾ നക്കൊരു പെണ്ണയുള്ളതും എൻ്റെ ഉമ്മ തലാഖ് ചൊല്ലുകയായി ചൊല്ലി. ഫഖാൽ, അപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചെന്ന് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു നബി തന്നെ ചൊല്ലുന്നതായിട്ട് ഞാൻ കേട്ടേ, അൽ വാലിദു അവസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തെ വായിലെ നടുവത്തെ വായിലാക്കിയിട്ട് ബാപ്പ ഉമ്മാനുള്ളത്. ബാപ്പ ഉമ്മാനും അങ്ങനത്തെ സ്വർഗത്തെ മിഡിലെ വായിലായി. വേണമെങ്കിൽ ആ ബായിലെ നീನು എനിക്ക് വേണ്ടത് കൂട്ടുകൂടും, ആ ബായിൽ എനിക്ക് പ്രവേശിക്കാനുണ്ട്, അല്ലെ ആ ബായിലെ ജാഗ്രത വെച്ചില്ല അവാവുന്നത്. അപ്പോൾ അല്ലെ അയാളെ വാതിൽ ഉമ്മ ചൊല്ലേന്ദ്രെ തലാഖ്. അപ്പോൾ എനിക്ക് ഉമ്മയുടെ അനുസരിച്ചിട്ടില്ല ആ സ്വർഗത്തെ ബായിൽ എനിക്ക് പ്രവേശിക്കുക എന്നുള്ളത്.
അപ്പോൾ ആ ബായിലവിടെ എന്താ ജാഗ്രത, ബായിൽ വേദന അവിടെ വെച്ചില്ല, അല്ലെങ്കിൽ നീക്ക് ബാലാണ് നീ നഷ്ടപ്പെടുത്തില്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്ന അർത്ഥത്തിൽ കിട്ടും. അപ്പോൾ മഹാനായ അബൂദർദാറിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ കാര്യം മനസ്സിലാക്കണം. നമുക്ക് വലിയ വലിയ മഹാന്മാരായിട്ട് വെറുതെ ഒന്നും ചൊല്ലണല്ല, അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടായിട്ട് അങ്ങനെ ചൊല്ലരുത്. ഇനി 335 വാനിൽ ബറായിബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഖാലത്ത് ഉമ്മയുടെ സ്ഥാനത്ത്, ഖാലത്ത് ഉമ്മയുടെ എല്ലാവരും ഉമ്മയുടെ സ്ഥാനം. ഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. ഉമ്മയുടെ എല്ലാവരും ഉമ്മയുടെ മൂത്തോറും ഉമ്മയുടെ സ്ഥാനത്തുണ്ട്. അപ്പോൾ നമുക്ക് ഞങ്ങളെ ഉമ്മയുടെ അളവും ഞങ്ങളുടെ ഉമ്മയുടെ മൂത്തോളൊക്കെ അങ്ങ് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള എന്നുള്ളത്. ഞങ്ങളുടെ ഉമ്മടെ സന്ദർശിക്കും പോലെ അങ്ങനെയും സന്ദർശിക്കണം എന്നുള്ളത്. അപ്പോൾ ഉമ്മയുടെ ഇലമൂത്തൊരു വലിയ സ്ഥാനമുണ്ട്. അതായത് അതിനർത്ഥം ഉമ്മയുടെ എല്ലാവരും മൂത്തോർക്കൊക്കെ എന്ന് അതല്ല, ഞങ്ങളെ പെൺമക്കൾക്ക് ഞങ്ങളുടെ കുടുംബമേ ഫാമിലി, എന്നാലും അർത്ഥം ഞങ്ങൾക്ക് മഹ്റമായിരിക്കും. മഹ്റമല്ല പിന്നെ ഞങ്ങളെ ഞങ്ങൾക്ക് മഞ്ഞളാവും ആവണം ചൊല്ലല്ല, അവിടേക്ക് തെറ്റുണ്ടല്ല എന്നുള്ളത്, ഹറാമെന്നുള്ളത്. അപ്പോൾ അത് ഉമ്മയുടെ ഇലവിലെ മക്കൾ അല്ലെ ഉമ്മയുടെ മൂത്തോലെ മക്കളാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ഉമ്മയുടെ ഇലവും ഉമ്മയുടെ മൂത്തോലും ഉമ്മയുടെ സ്ഥാനത്ത് ചെല്ലുമ്പോൾ ഉമ്മയുടെ ഇലവും മൂത്തോലും മക്കൾക്ക് ആ സ്ഥാനം പണ്ടില്ല. എൻ്റെ കുഞ്ഞുമോടെ മോളിൽ നിന്ന് കുഞ്ചി കയ്യിലൊക്കെ അരക്കി പിടിക്കുക ആവില്ല എന്ന് ചൊല്ലും. എന്നല്ലാണ്ട് മഞ്ഞളാവണമെന്നോ അതൊന്നും ചൊല്ലല്ല. അപ്പോൾ ഈ ഒരു സ്ഥാനം, അതായത് ഉമ്മയുടെ എല്ലാവരും ഉമ്മയുടെ മൂത്തോലും ഉമ്മയുടെ സ്ഥാന എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബന്ധം എന്നുള്ളത് അതല്ല, കുടുംബത്തെ ചേർക്കാണ്. അപ്പോൾ ഉമ്മയുടെ ഇളവും മൂത്തോലൊക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ആൾമാരായി. എന്നാൽ അങ്ങനെ ഞങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അയാത്ത കാലത്തും ഉമ്മ ഇല്ലാത്തപ്പോൾ അങ്ങോട്ടുള്ള ആ ബന്ധം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങളോട്ട് കൂടുതൽ അടുപ്പമുണ്ട്, കൂടുതൽ കടപ്പാടുകളുണ്ട്, ഏറ്റവും കൂടുതൽ അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കേണ്ടതുണ്ട് എന്നൊക്കെ എനിക്ക് അതിനർത്ഥം. ഇതിലുള്ള വഫിൽ ബാബി അഹാദീസുൻ കസീറത്തുൻ സ്വഹീഹ് മശ്ഹൂറ. ഈ ബാബിൽ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ, മിൻ ഹദീസ് അസ്ഹാബുൽ ഗാർ, ആ ഗുഹയിൽ പോയ ആൾമാരെ സംബന്ധിച്ചുള്ളത്, ഹദീസ് ജുറൈജ് റളിയല്ലാഹു അൻഹു ഹദീസ് ഖദ് സബഖ ഇതിൽ മുന്നർസുമുണ്ട്. വഹദീസ് മശ്ഹൂറ ഫി സ്വഹീഹ്, അത് ഇഖ്തിസാറൻ സ്വഹീഹ് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. അറിയപ്പെട്ട ഹദീസുകൾ അതൊക്കെ ഞാൻ ഇവിടെ തന്നിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു കാരണം ഇത് ചുരുക്കിയതായിട്ട് ഷോർട്ടാക്കിയതാണ്. ومن أهم حديث عمرو بن عبسة رضي الله عنه الطويل المشتمل على جمل كثيرة من قواعد الإسلام. ഇസ്ലാമിയുടെ നിയമങ്ങൾ, അതിന് ആദാബുകളൊക്കെ പഠിപ്പാറ്റ വലിയൊരു ഹദീസ് അംറു ഇബ്നു അബസ റളിയല്ലാഹു അൻഹു ഹദീസ്. وسأذكر بتمام إن شاء الله تعالى في باب الرجاء حديث കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. قال في دخلت على النبي صلى الله عليه وسلم بمكة يعني في أول النبوة. എന്തായിരിക്കും ഹദീസിലുള്ളത്? ഹദീസിൽ ഒരു ചെറിയൊരു വിഷയം വെച്ചുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇരിക്കുമ്പോഴാണ് നബി തങ്ങളെ മുന്നേ പോയത്. നുബുവത്ത് ആദ്യമാണ്. അപ്പോൾ നബി തങ്ങൾ നാണ് കേട്ട് നിങ്ങൾ ആറ് കാല നബിയും. അപ്പോൾ നബി തങ്ങൾ ഞാൻ നബി ഒമാ നബിയും നബിച്ചു നിങ്ങൾ എന്തിനെ ഞാൻ കേട്ടു. കാല അറുസനബി അള്ളാഹു എൻ്റെ ദീൻ പഠിപ്പാട്ടുപ്പെടുത്തിയാൽ അള്ളാഹു നിങ്ങളെ കടത്തുമ്പത്ത് എന്തൊരു പഠിപ്പാട്ട് കഴിച്ചിട്ട് കടത്തിയത്. കാല അറുസലനെ കുടുംബ ബന്ധത്തെ ചേർക്കണമെന്നുള്ള എനിക്ക് പഠിപ്പാട്ടി തന്നു. അത് നിങ്ങൾ തറകണക്കുന്നത്. ഇപ്പോൾ കസലിൽ ഔത്താൻ വിഗ്രഹങ്ങൾക്കൊന്നും പൂജിക്ക് പൂർത്തിയായി അതൊക്കെ ഇല്ലാണ്ടാക്കണം. അള്ളാഹുലെ ഏകനാക്കി അള്ളാഹു ശിർക്ക് വെക്കാണ്ട് ഒന്നിനെയും അള്ളാഹുവിൽ ചേർക്കാണ്ട് ഏകനാക്കണമെന്ന് വധപ്പരത്തമായ ഹദീസ് ആ ഹദീസ് വലിയ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത്തരം തുടക്കത്തിൽ തന്നിട്ടുള്ളത് നബി അള്ളാഹു നിങ്ങളെ റസൂലാക്കി കടത്തിന് എന്തിനെ കൊണ്ട് എന്ത് പഠിപ്പാട്ടും നിങ്ങളെ കടത്തിന് കേട്ടത് കിട്ടുന്നത് കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നായിരിക്കും. അപ്പൊ അത് വലിയ ഹദീസായിട്ട് ഹദീസ് ഈ ബാബിൽ ചൊല്ലേണ്ടത് നമ്മളത് റജായുടെ ബാബിൽ ചൊല്ലാണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ലും. അപ്പോൾ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതും കുടുംബ ബന്ധത്തിൽ ചേർക്കുക എന്നുള്ളതും അത് ആ ഒരു ബാബിലോ ഉള്ള വിഷയങ്ങൾ ഒരേ ഹദീസുകൾ ചേർത്ത് ഇനിയും ഒരുപാട് ചൊല്ലുന്നുണ്ട്. ഞാനത് ചൊല്ലില്ല, കാരണം ഇത് ഷോർട്ടായിട്ട് വിവരിക്കുന്ന കിതാബായതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊല്ലും. ഇൻഷാ അല്ലാഹ് ഈ ബാബ് നമുക്ക് ഇവിടെ
ലാസ്റ്റ് ആയിട്ട്. എന്നാൽ അടുത്ത ബാബായിക്കട്ടെ 41 കാതോർത്ത് എല്ലാവർക്കും ഹൈർ പ്രദാനിക്കട്ടെ, സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി